PCOSന്റെ എന്താണ് ട്രീറ്റ്മെൻറ്റ്? ആദ്യം ചെയ്യേണ്ടത് ജീവിതശൈലി മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. നമ്മൾ പോഷകാംശം കൂടിയ ഭക്ഷണം കഴിക്കുക, പഞ്ചസാര കുറഞ്ഞതും കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. വ്യായാമം എങ്ങനെയാണ് ചെയ്യുക? മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസും ഉണ്ട്, ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസും ഉണ്ട്. മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് വെച്ചാൽ സ്പീഡിലുള്ള നടത്ത, അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ്, ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 60 മിനിറ്റ് വരെ ഡെയിലി 5 തവണ ആഴ്ചയിൽ. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് ഉദ്ദേശിച്ചാൽ ജോഗിങ്, സ്വിമ്മിങ് എന്നിവ ഒരു 30 മിനിറ്റ് ഡെയിലി ഫോർ 5 times a week. PCOS ഉള്ള സ്ത്രീകളിൽ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മെറ്റ്ഫോമിൻ എന്നുള്ള മെഡിസിൻസ് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയും അത് കാരണം ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഈ ആനോവുലേഷൻ അല്ലെങ്കിൽ അണ്ടോൽപാദനം പ്രൊമോട്ട് ചെയ്യാൻ ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് മെയിൻലി ഹോർമോൺസാണ്. ഈ ഹോർമോൺസ് തരുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ അണ്ടോൽപാദനം നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അൾട്രാസൗണ്ട് വഴി നമുക്ക് ട്രാക്കും ചെയ്യാൻ പറ്റും. PCOS എന്തുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? PCOSന് പല ലോങ് ടേം ഹെൽത്ത് റിസ്കുകളുണ്ട്. ആദ്യം കാണുന്ന ഈ ആനോവുലേഷനും പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി അല്ലാതെ നമുക്ക് ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ, എസ്പെഷ്യലി പീരിയഡ്സ് വരാതിരിക്കുക അല്ലെങ്കിൽ ആർത്തവം നഷ്ടപ്പെടുന്ന ആ ഒരു സ്റ്റേറ്റിലെത്തുവാണെങ്കിൽ നമുക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ലാതെ തന്നെ PCOSൽ കാണുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈ ആൻഡ്രോജൻ ലെവൽസും എല്ലാം കോസ് ചെയ്യുന്നത് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം, രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ കൂടിയ രക്തത്തിൽ കൂടിയ അളവുകൾ, കൊളസ്ട്രോളിൻ്റെ കൂടിയ അളവുകൾ, ഇത് കാരണം എല്ലാം വരുന്ന ഹൃദ്രോഗം, ഇതെല്ലാം PCOSൻ്റെ ലോങ് ടേം റിസ്കുകളാണ്. PCOS ഉള്ള സ്ത്രീകളിൽ അണ്ടോൽപാദനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഈ മെഡിസിൻസ് അല്ലാതെ തന്നെ നമുക്ക് വേറെ പ്രൊസീജിയേഴ്സും ഉണ്ട് അണ്ടോൽപാദനം പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട്. അതിലൊരെണ്ണമാണ് ലാപ്പ് ഒവേറിയൻ ഡ്രില്ലിംഗ്. ലാപ്രോസ്കോപ്പി വഴി ഓവറീസിൽ ചെറിയ ചെറിയ പങ്ക്ചേഴ്സ് കൊടുത്ത് ഓവുലേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓവുലേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ് ലാപ്പ് ഒവേറിയൻ ഡ്രില്ലിംഗ്. ഇതിലും അല്ലാതെയുള്ള അണ്ടോൽപാദനമുള്ള മരുന്നുകൾ തന്നിട്ടും ഒന്നും ആകുന്നില്ലെങ്കിൽ ആണ് പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് IVF അല്ലെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിലേക്ക് പോകുന്നത്.